ഹായ് ഹലോ. അപ്പം നമ്മൾ പുറത്തോട്ട് പോവുകയാണ്. പുറത്തോട്ട് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ കുഞ്ഞ് ബേബി സെഹ്റാൻ ബേബി 40 നാളെ. അപ്പോൾ അവനിക്ക് കുറച്ച് ഡ്രസ്സും അവനിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഗോൾഡൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ അപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നത് നമ്മുടെ കൊല്ലം ചിന്നക്കടയിലുള്ള ജോയ്സ് ജ്വല്ലറിയിലാണ് കേട്ടോ. അവിടെ നല്ല തിരക്കാണ്, എപ്പോഴും നല്ല തിരക്കാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാനും ഉമ്മയും ആഷ്നയും ഹബീസിക്കായും കൂടെ ആയിട്ടാണ് പോകുന്നത്. പിന്നെ അവിടുത്തെ തിരക്കൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ ഗോൾഡൊക്കെ എടുത്തതിന് ശേഷം അവിടെ നിന്ന് തിരിച്ചിറങ്ങിയത് ഈ തുള്ളിച്ചാടി പോകുന്ന എന്തിനാണെന്നറിയാമോ, അവന് മുള്ളിക്കോളാൻ വയ്യ, അവിടെ സ്ഥലമില്ല എന്നും പറഞ്ഞിട്ട് മുള്ളാനുള്ളൊരു തന്ത്രപ്പാട് നടക്കുകയാണ്. അപ്പോഴും എന്നോട് പറയുന്നുണ്ട് കേട്ടോ, വീഡിയോ എടുക്കല്ലേ എന്ന് പറയുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം അവൻ്റെ മുള്ളലും ഞങ്ങളുടെ സ്വർണ്ണം എടുക്കലും ഒക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങളിതാ വീണ്ടും വണ്ടി കയറി പോവുകയാണ്. പിന്നെ ഇനി അവിടെ നിന്ന് നേരെ മോനിക്കും കുറച്ചല്ലാതെ വേറെ കുറച്ച് പേർക്കും ഡ്രസ്സൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വീണ്ടും തുണിക്കടയിലോട്ട് വന്നിട്ടുണ്ട്. അവിടെ വന്നപ്പോൾ ആഷ്നയും ഉമ്മയും കൂടെ ഓരോ സാരികളൊക്കെ കണ്ടിട്ടിങ്ങനെ ഓരോന്ന് പറയുകയാണ്. ഉമ്മ പർദ്ദ ആക്കിയതിന് ശേഷം പിന്നെ നമുക്കിങ്ങനെ സാരി എടുക്കൽ വളരെ കുറവാണ്. ഞാനും ആഷ്നയൊക്കെ പിന്നെ സാരി എടുക്കൽ വളരെ കുറവാണ്. അപ്പോൾ അത് ഉമ്മ തന്നെ വന്നിട്ട് നൈറ്റിയുടെ ഷോളും നൈറ്റിയും സാരിയൊക്കെ എടുക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ പള്ളിമുക്കിലാണ് പോയത്. പള്ളിമുക്കി വന്നപ്പോഴത്തേക്കും നമ്മുടെ കൊല്ലൂർവിള പള്ളിയിൽ ആണ്ട് നേർച്ച നടക്കുകയാണ് കേട്ടോ. അടിപൊളിയാക്കിയിട്ടുണ്ട്. പള്ളിയുടെ പണിയൊക്കെ നടക്കുന്നുണ്ട്. ഇങ്ങോട്ടൊന്നും വലിയ തിരക്ക് ആൾക്കാരെ ഞാൻ കണ്ടില്ല, പക്ഷെ പള്ളി അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതുമൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വരികയാണ്. അവർ ഷൂ മേടിക്കാൻ വേണ്ടി പോയേക്കാണ്. ഞങ്ങൾക്ക് വിശന്നിട്ട് വയ്യ, ഫുഡ് കഴിക്കാൻ വയ്യ. വിശക്കുന്നു ഫർഹാൻ? വിശക്കുന്നു. ഞങ്ങൾ കുഴഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ പർച്ചേസൊക്കെ കഴിഞ്ഞ് ഞങ്ങളും ഫർഹാൻ എന്താണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആഷ്നത്ത ബാക്കിലുണ്ട്, ഉമ്മ ഉണ്ട്, എല്ലാവരും കുഴഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ എടുക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യാത്തതുകൊണ്ട് ഫുഡ് കയറി കഴിച്ചിട്ടുണ്ടായിരുന്നു. രാത്രി 10-11 മണിയോളം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അടിപൊളി ഫുഡായിരുന്നു. സെലിൻ ഹോട്ടലിൽ കയറിയ ഫുഡ് കഴിച്ചത്. അവിടുത്തെ ചിക്കൻ ഫ്രൈ ഒരു രക്ഷയില്ലാത്തതാണ് കേട്ടോ, പൊളി. പിന്നെ ഓരോ ലൈം ജ്യൂസൊക്കെ കുടിച്ചിട്ട്